പരമഭാഗ്യവാനാണ് കേട്ടോ. നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അനുഭവം കൊണ്ടേ പഠിക്കൂ രമേശ. അണ്ണൻ പറയുന്നത് സത്യമാണെന്നാ. ഞാൻ സത്യമേ പറയുള്ളൂ രമേശ. അയ്യോ ഒരന്ധന്റെ ജീവിതം ഭയങ്കര ദുരന്തമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. തീർച്ചയായും നിനക്കൊരാളെന്റെ സഹായം അത്യാവശ്യമാണ്. വടി പിടി. എത്രയും പെട്ടെന്ന് നിന്റെ കാഴ്ച തിരിച്ചു കിട്ടണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എല്ലാം വിധിയാണെന്നാ. ഡോക്ടർ എങ്കിൽ എങ്ങനാ? ആള് മിടുക്കനാണോ? പിന്നെ മിടുക്കൻ, പക്ഷേ കൈപ്പുണ്യം ലേശം കുറവുണ്ട്. ആഹാ. നമ്മുടെ മണിക്കുട്ടിയുടെ അച്ഛന്റെ കണ്ണില് ഒരു ചെറിയ കരട് വീണു. അത് നീക്കുന്നതിന് പകരം കൃഷ്ണമണിയെ എടുത്തു കളഞ്ഞു. അയ്യോ. പിന്നെ ഇതുപോലൊരു കണ്ണാടിയും വടിയുമായിട്ട് തപ്പിത്തടഞ്ഞ് നടന്ന് എവിടെയോ വീണ് ചത്തു പാവം. അതിനുശേഷം മണിക്കുട്ടി വീട്ടില്ല. പക്ഷെ അവക്ക് കണ്ണ് കാണാം. അയ്യോ, അപ്പൊ എന്റെ കാര്യം? അയ്യോ, ആ സംഭവത്തിന് ശേഷം മൂപ്പർക്ക് വളരെ ശ്രദ്ധയാ. നീ പഠിക്കണ്ട. യു സീ, യു വിൽ സീ. അണ്ണ എന്താ ബ്രേക്ക് ഇട്ടത്? അണ്ണാ. ഓ, നിന്റെ കാര്യം ഞാൻ മറന്നുപോയി. രമേശൻ ബോംബെന്നല്ലേ വന്നത്? സ്മോളൊക്കെ അടിക്കുമല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ലെന്നാ. പാർട്ടിക്കും ബർത്ത്ഡേക്കൊക്കെ ശകലം കഴിക്കും. ബോംബെയിലെ ലൈഫല്ലേ എന്നാ. കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് അല്ലേ? നമുക്ക് ഇന്നൊന്ന് ഫാസ്റ്റ് ആകാം. ഓക്കെ. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ അണ്ണ, പതുക്കെ പതുക്കെ. അയ്യോ അണ്ണ, ഇനി ഒഴിച്ചാ ഞാൻ വീരായി പോവുണ്ടോ? ഇപ്പൊ തന്നെ നല്ല ഫിറ്റാണ്. എന്തോന്ന് ഫിറ്റ്? എടേ, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പുല്ലാണ്. പ്രശസ്ത ചിന്തകനായ വാടാനപ്പള്ളി വാസ്തവ പറഞ്ഞിട്ടുണ്ട്, അതം ഗുദാമി അതം ഹിതാമി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഈ അവസ്ഥയിൽ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടേ അണ്ണ. ഉത്തരം പറയാനുള്ള ശേഷി ഈ ശരീരത്തിനില്ല. ശരി, ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പ്രചര സ്വാഹാദേഹി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സാമിനി വാലി കിടക്കുക താന്തുകുമാല തുടിക്കുക എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? മതി പോവാം. അപ്പൊ അർത്ഥം പുറത്തിറങ്ങിയിട്ട് പറയാം. ആ, പുറത്ത് ചെല്ലുമ്പോ മനസ്സിലാവും. റെസ്റ്റോറന്റ് നീ വന്നേ. ഇതെ പിടിച്ചോണ്ട് നിന്നോ. ഇതെന്തുവാ? തെങ്ങ്. ഞാനൊരു കാര്യം പറഞ്ഞു, എടുത്തോണ്ട് വരട്ടെ. ബോംബെയിലെ തെങ്ങ് ഇതുപോലെ തന്നെ. അയ്യോ ചേട്ടാ, അമുക്കല്ലേ ഇങ്ങനെ കണ്ണ് തെറ്റിയ ദരിദ്രവാസി നമ്മുടെ അടുത്താണ്. അത് ഒരു അഞ്ചിന് കൂടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അയ്യോ, ഇല്ലേ? കണ്ണിനോ അറിയാത്ത ഒരാൾ കൂടി പോകണം. ക്ഷമിക്കണം, എന്റെ ഒരു കൂട്ടുകാരനെ കാണാനില്ല. അന്ധന. ഞാൻ അന്തം വിട്ട് നടക്കുക. നല്ല പാർട്ടിയാ രമേശിന്റെ കൂടെ പോയിരിക്കുന്നത്. തനിച്ചെന്നെ റോഡിൽ കൂടെ നേരെ ചൊവ്വേ നടക്കാൻ അറിഞ്ഞൂടാത്ത ആളാ കരണമാവൻ. ഞാനിനി അവന്റെ അച്ഛനോടൊന്ന് സമാനം പറയും. നമുക്ക് ബോംബെയിലൊന്ന് വിളിച്ചു ചോദിച്ചാൽ എന്താ? ബോംബെയിലും കുവൈറ്റിലൊന്നും വിളിക്കാൻ എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ. ഇതാണ് ഈ മനുഷ്യന്റെ ഒരു. രമേശൻ മിസ്സിംഗ് ആയാൽ കുടുംബത്തോടെ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള കാര്യം അമ്മാവൻ അറിയാമോ? അമ്മാവൻ കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ കൊടുത്തയക്കാമെന്ന് ഏറ്റതല്ലേ? അതെ. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അമ്മാവൻ ഗുണ്ടകളയച്ച് അവന്റെ തലയിൽ ഒലക്കൊണ്ടടിച്ച് കൊന്നെന്നും അവന്റെ ഡെഡ് ബോഡി അറബിക്കടലിൽ മുക്കി താഴ്ത്തിയെന്നും ഒക്കെ നാളെ പത്രങ്ങൾ എഴുതിയ എന്റെ അമ്മാവ. ഗുരുവായൂരപ്പ വന്നു. എന്തിനാ രമേശൻ? എനിക്കറിയാൻ പാടില്ലേ? ഞാൻ ജീവനോടെ മെലിഞ്ഞ കൈക്ക് പിടിച്ച് പട്ടണത്തിൽ കൂടെ നടത്തിയതാണ്. അവൻ എവിടെയാ ചോദിച്ചതിനോട്? ബാറ്ററി ഇട്ട് മാറ്റിയ പട്ടടിച്ചോണ്ട് വന്നിരിക്കുക. അത് നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ
അതൊരു ബാറ്ററിയുടെ മണം കേട്ട അറിയില്ലേ, അതടിച്ചിട്ട് കറങ്ങിയപ്പോഴായിരിക്കും രമേശൻ മിസ്സായത്. ആഹാ. അതെ, ആണുങ്ങളായ ഇത്തിരി മദ്യപിച്ചെന്നൊക്കെ ഇരിക്കും. അതിന് ഹരി ഇത്ര ചൂടാവാനൊന്നും അല്ല, ഇല്ല. ഇവനെ കെട്ടാൻ വേണ്ടിട്ട് നീ വക്കാലത്ത് നടക്കണ്ട. അല്ല, ഈ ഉണ്ണിത്താൻ വിചാരിച്ച നിന്റെ കല്യാണമല്ല, ഇവന്റെ കല്യാണമല്ല, മോളിലെന്റെ മോളെടുത്തിരിപ്പില്ലേ, അവിടെ കല്യാണം മുടക്കും. അതാ ഉണ്ണിത്താൻ. നാളെ ഞാൻ രമേശന്റെ ഡെഡ് ബോഡിക്ക് ഉത്തരവാദിത്തം പറയണം. ആരോട്? നിന്നോടല്ല, കോടതിയോട്. കൊലപാതക കുറ്റം IPC 302 അല്ലേ? 302. 302. ആ, നിർത്തടാ. അതെ, പോലീസും വന്നു. അയ്യോ സിംഗാർജി. അമ്മോ, പേടിക്കണ്ട, രമേശനാ. നിർത്ത്. എന്താ ഈ വിസിലൊക്കെ? കോളിംഗ് ബെല്ല് എവിടെ ഇരിക്കുന്ന അറിയാൻ വയ്യ, അതുകൊണ്ടാ ബസ്സിലടിച്ച്. നമ്മുടെ കരുണ എന്ന് വന്നോ? ഇല്ല, ഒരു 5 മിനിറ്റ് മുമ്പ് അങ്ങനെ ചത്തുപോയെന്ന് ഇവിടെ ഇൻഫർമേഷൻ കിട്ടി. അയ്യോ, അത് വേണം. എന്നെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയിട്ട് അയാൾ മുങ്ങി. ഭാഗ്യത്തിനെന്നെ വേറൊരാളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. മുങ്ങിയ തന്നെ പൊങ്ങി ഇവിടെ വരാനുള്ള ഉത്തരവാദിത്തം ഈ അന്തനില്ലേ? എന്താ ഇത്? എന്താ അണ്ണാ ഒരു ശബ്ദം? ഒന്നുമില്ല, അമ്മാവന്റെ കയ്യിലിരുന്ന ഒരു ബെൽറ്റ് ബോംബ് പൊട്ടിയതാ. അത്രേ ഉള്ളൂ. ഭാഗ്യം. ഞാൻ വിചാരിച്ച അമ്മാവന്റെ കണ്ണട താഴെ വീണെന്ന. പറ്റിയില്ലെങ്കിലോ? കഷ്ടപ്പെടണ്ട, നമുക്ക് ഈ വണ്ടി പോവാം. How dare you? അങ്ങനെ വാശി പിടിക്കല്ലേ. കം കം